നമസ്കാരം. പശ്ചിമേഷ്യയിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴും അറബ് ലോകത്തെ സമാധാന തുരുത്തായി ഒമാൻ നിലകൊള്ളുന്നു. ശനിയാഴ്ച പുലർച്ചെ ദുബായ് മുതൽ ദോഹ വരെയുള്ള നഗരങ്ങൾ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ നടുങ്ങിയപ്പോഴും ഒമാൻ ആകാശത്ത് അപായ സൈറണുകൾ മുഴങ്ങിയില്ല. അയൽ രാജ്യങ്ങളെല്ലാം യുദ്ധഭീതിയിലാഴുമ്പോൾ ഒമാൻ മാത്രം എങ്ങനെ സുരക്ഷിതമായിരിക്കുന്നു എന്നത് രാജ്യാന്തര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുന്നു. യുദ്ധവിമാനങ്ങളും മിസൈലുകളും ഗൾഫ് ആകാശത്ത് തീമഴ പെയ്യ്ക്കുമ്പോഴും നയതന്ത്രത്തിന്റെയും സമാധാനത്തിന്റെയും കരുത്തിൽ ഒമാൻ സുരക്ഷിതമായി തുടരുന്നു. ഇറാനും ഒമാനും തമ്മിലുള്ള ബന്ധത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 1970കളിലെ ദോഫാർ കലാപം അടിച്ചമർത്താൻ ഒമാൻ സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദിനെ സഹായിക്കാൻ ഇറാൻ ആയിരക്കണക്കിന് സൈനികരെ അയച്ചിരുന്നു. 1979ലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷവും ഈ സുരക്ഷാ ബന്ധം തകരാതെ കാക്കാൻ ഒമാന് സാധിച്ചു. മറ്റ് ഗൾഫ് രാജ്യങ്ങൾ ഇറാനെ സംശയത്തോടെ നോക്കിയപ്പോഴും മസ്കറ്റ് സൗഹൃദത്തിന്റെ വാതിൽ തുറന്നിട്ടു. ഏതെങ്കിലും ഒരു പക്ഷത്ത് ചേരാത്ത നിഷ്പക്ഷ നയമാണ് ഒമാനെ വേറിട്ടു നിർത്തുന്നത്. ഗൾഫ് സഹകരണ കൗൺസിലിൽ അംഗമാണെങ്കിലും സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള ഇറാൻ വിരുദ്ധ ബ്ലോക്കുകളിൽ പൂർണ്ണമായി ചേരാൻ ഒമാൻ തയ്യാറായിട്ടില്ല. ഇറാനും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള തർക്കങ്ങളിൽ മധ്യസ്ഥനായി പ്രവർത്തിക്കുന്ന ഒമാന്റെ ഈ നിഷ്പക്ഷ നയതന്ത്രം അവർക്കൊരു കവചമായി മാറുന്നു. 2015ലെ ഇറാൻ ആണവ കരാറിന് വഴിയൊരുക്കിയ രഹസ്യ ചർച്ചകൾ നടന്നതും ഒമാനിലായിരുന്നു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണപ്പാതയായ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാനും ഒമാനും ചേർന്നാണ് നിർവഹിക്കുന്നത്. രാജ്യാന്തര വ്യാപാരത്തിന് ഈ പ്രദേശം സുരക്ഷിതമായിരിക്കേണ്ടത് ഇറാന്റെയും ആവശ്യമാണ്. അതിനാൽ ഒമാനെ ആക്രമിക്കുന്നത് ഇറാന് വലിയ സാമ്പത്തിക നയപരമായ തിരിച്ചടിയുണ്ടാകും. ഇറാൻ ഒമാൻ ഗ്യാസ് പൈപ്പ് ലൈൻ ഉൾപ്പെടെയുള്ള വൻകിട പദ്ധതികൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഉപരോധങ്ങൾക്കിടയിൽ ഇറാന് ആഗോള വിപണിയിലേക്കുള്ള ഒരു ജാലകമാണ് ഒമാൻ. ടൂറിസം, ഷിപ്പിംഗ് മേഖലകളിലെ സഹകരണം ഇരു രാജ്യങ്ങളെയും പരസ്പരം ആശ്രയിക്കുന്നവരാക്കി മാറ്റുന്നു. നമ്മുടെ വിദേശ നയം എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ എപ്പോഴും നീതിക്കും സൗഹൃദത്തിനും സമാധാനത്തിനും ഒപ്പമാണ് എന്ന അന്തരിച്ച സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദിന്റെ വാക്കുകൾ ഒമാൻ ഇന്നും മുറുകെ പിടിക്കുന്നു. മറ്റ് ഗൾഫ് രാജ്യങ്ങളെപ്പോലെ അമേരിക്കയുടെ പ്രധാന യുദ്ധവിമാനത്താവളങ്ങളോ ആക്രമണ കേന്ദ്രങ്ങളോ ഒമാൻ മണ്ണിൽ പ്രവർത്തിക്കുന്നില്ല. അമേരിക്കയ്ക്ക് ഒമാനി സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ അനുമതിയുണ്ടെങ്കിലും അത് കേവലം ചരക്കു നീക്കങ്ങൾക്കും ലോജിസ്റ്റിക് ആവശ്യങ്ങൾക്കും മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒമാനെ ഒരു ഭീഷണി അല്ലാതെയാക്കുന്നു. ടെഹ്റാനും വാഷിംഗ്ടണിനും ഇടയിലുള്ള സമാധാന ദൂതനായാണ് ഒമാൻ എന്നും അറിയപ്പെടുന്നത്. ആക്രമണം തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് പോലും ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമദ് അൽ ഖുസൈദി US വൈസ് പ്രസിഡന്റ് JD വാൻസുമായി ചർച്ച നടത്തിയിരുന്നു. ആണവ ചർച്ചകളിൽ നിർണായക പുരോഗതി ഉണ്ടായെന്ന് ഒമാൻ പ്രത്യാശ പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള പരോക്ഷമായ പല ചർച്ചകൾക്കും വേദിയാകുന്നത് മസ്കറ്റാണ്. ഒരു മധ്യസ്ഥനെന്ന നിലയിലുള്ള ഒമാന്റെ സ്ഥാനം ഇറാൻ എന്നും ആശ്വാസകരമാണ്. അതുകൊണ്ട് തന്നെ മറ്റ് GCC രാജ്യങ്ങളെ ലക്ഷ്യമിട്ടപ്പോഴും ഒമാനെതിരെ ഒരു വെടിയുണ്ട പോലും ഉതിർക്കാൻ ഇറാൻ മുതിർന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും പശ്ചിമേഷ്യ കത്തുകയാണ്. ഖമേനി കൊല്ലപ്പെട്ടു കഴിഞ്ഞു. മുതിർന്ന സൈനിക കമാൻഡറും അതുപോലെ തന്നെ നിരവധി പേരും കൊല്ലപ്പെട്ടു കഴിഞ്ഞു. നിരവധി പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള ഒരവസ്ഥ എന്തായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും.